الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى نبينا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ അമല് സ്വാലിഹാത്തുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹു സംതൃപ്തിയോടുകൂടി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായാലും അവിശ്വാസികളായാലും ജീവിതം പൊതുവേ ഒരു തരം സംഘർഷഭരിതമാണ്. മനുഷ്യന്റെ മനസ്സ് പൊതുവെ ഒരു തരം അസ്വസ്ഥതകൾ കൊണ്ട്, ബേജാറ് കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതിൽ മനുഷ്യന്റെ മതമോ അവന്റെ വിശ്വാസമോ അവന്റെ വിദ്യാഭ്യാസമോ സംസ്കാരമോ ഒന്നും അതിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾ പോലും അവർക്ക് ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ആത്മഹത്യാ പ്രവണത ഇന്ന് കൂടുകയാണ്. നല്ല ദീനുള്ള കുടുംബങ്ങളിൽ പോലും, ദീന് പഠിച്ച മക്കൾ പോലും ആത്മഹത്യ ചെയ്യും. ഇപ്പോ 2016-ലും 2021-ലും ഇന്ത്യയിലെ ഒരു ഏജൻസി, ആ ഏജൻസി വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ മതബോധത്തെ സംബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പഠനം നടത്തുന്ന വിഭാഗമാണ്. അത് 2016-ല് 5 കൊല്ലം കൂടുമ്പോഴാണ് അവര് അതിന്റെ സർവേ നടക്കാറുള്ളത്. അന്ന് മുസ്ലിമീങ്ങളുടെ മതത്തോടുള്ള കൂറ് എന്ന് പറയുന്നത്, പ്രതിബദ്ധത എന്ന് പറയുന്നത് 97% ഉണ്ടായിരുന്നു. അത് 2021 എത്തിയപ്പോഴേക്ക് 86% കുറഞ്ഞു. പക്ഷെ ഈ 5 കൊല്ല കാലയളവില് ക്രിസ്ത്യൻ സമൂഹത്തിൽ 2% ആളുകൾക്ക് മതബോധവും മതബന്ധവും കൂടിയിട്ടുണ്ട്. കൂടെ സിഖ് മതവിഭാഗങ്ങളിൽ 4% അവരുടെ യുവാക്കൾക്ക്, മക്കൾക്ക് ദീനി അവരുടെ മതത്തോടുള്ള ബന്ധം കൂടിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ 11% കുറവ് വന്നിട്ടുള്ളത്. നമ്മൾ സത്യത്തിൽ ഒരു പേടിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ തലമുറ, പുതിയൊരു തലമുറ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഈ ഒരു അത്യാവശ്യ പ്രായമായ നമ്മൾ ഒരു ആശങ്കയോടുകൂടി കാണേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി നമ്മൾ ആലോചിക്കുക, നമ്മളുടെ വിഭാഗങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ ഇതുവരെയൊക്കെ ഈ ആത്മഹത്യ കുറവായിരുന്നു. ഇതങ്ങനെ നോക്കി മുസ്ലിം കുടുംബങ്ങളിൽ വരെ ആത്മഹത്യകളുണ്ട്. പിന്നെ പൊതുവെ ഒരു മനുഷ്യന് മനക്കരുത്ത് എന്ന് പറയുന്നത് ഇല്ല. 50 ലക്ഷം രൂപ അതിൽ കൂടുതൽ മാസം ശമ്പളം വാങ്ങുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡോക്ടർ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട അസ്ഥിരോഗ സർജറിയിൽ മികച്ചു നിൽക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കുന്നു. അയാൾ മരിക്കുന്നതിന് കാരണം പറഞ്ഞെന്തറിയോ? എനിക്ക് പണ്ടത്തതുപോലെ ശോഭിക്കാൻ കഴിയില്ലേ എന്നൊരു ഭയമാണത്രേ അയാൾ മരിക്കാൻ കാരണം എന്നാണ്. വയസ്സാവും തോറും നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ ശോഭിച്ച പോലെ ശോഭിക്കാൻ കഴിയോ? അപ്പൊ അത്ര പോലും മനസ്സിന് ബലമില്ലാതായി പോകുന്നു എന്നാണ്. നമ്മുടെ പഴയ ആളുകൾ
ഇപ്പത്തൊരു 65-70 വയസ്സുള്ളവരെ കൂട്ടിയോളി നമ്മള്. ഇത്ര നമ്മളെ പോലെ വിദ്യാഭ്യാസമില്ല, ഭൗതിക സൗകര്യങ്ങളില്ല, പട്ടിണിയും കഷ്ടപ്പാടാണ്, താമസ സൗകര്യങ്ങളില്ല. പക്ഷെ നമ്മെക്കാളും മനക്കരുത്തുണ്ടായിരുന്നു. അന്നത്തെ ആ കാരണവന്മാര് മതം പഠിച്ചതിനേക്കാളും മതം പഠിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവരെക്കാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ അത്ര മനസ്സിന് ഈമാനിക കരുത്ത് നമുക്ക് കുറഞ്ഞു പോകുന്നു. പുതിയ തലമുറക്ക് ഇതൊക്കെ ഉണ്ട്, എന്തില്ല, മനക്കരുത്ത് കിട്ടുന്നില്ല. വാസ്തവത്തിൽ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ശരിക്കും പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഒന്ന് ഞാൻ പറയുന്നത്, ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് എണ്ണി പറഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ നമുക്ക് ആകാൻ കഴിയുമുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് പഠിച്ച് നമുക്ക് ഉടനെ അവസാനിപ്പിക്കാം. നമ്മൾ അറിയേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം എത്ര കണ്ട് കുറയുന്നുവോ അത്ര കണ്ട് നമ്മുടെ മാനസിക സംഘർഷം കൂടും. അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം എത്ര കണ്ട് കൂടുന്നുവോ അതിനനുസരിച്ച് ഒരു മല വന്ന് പൊട്ടി നമ്മുടെ തലയിൽ വീണാലും നമ്മൾ തകരൂല. നമുക്ക് മനസ്സിന് ബലം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ കൽബിനെ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുപോയി ബന്ധിച്ചാൽ, ഇങ്ങനെയാ നമ്മുടെ മനസ്സിനെ അള്ളയല്ലാത്ത സാധനത്തിൽ കൊണ്ടുപോയിട്ട് ബന്ധിച്ചാൽ നമ്മൾക്ക് സംഘർഷം കൂടും. അല്ലാഹു നമ്മൾ തെറ്റിയിട്ടാൽ നമ്മുടെ മനസ്സിന് സമാധാനം കൂടും. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ചാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ വാക്യം എവിടുന്നാ പറഞ്ഞതല്ലോ? രംഗ ശ്രദ്ധിക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായ ആയുധം, നമ്മളെ ഇസ്രായേലിലും മറ്റവരൊക്കെ ഉപയോഗിക്കുന്ന, ഇസ്രായേലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ആയുധങ്ങൾ എടുത്തോളൂ. ആ ആയുധത്തെക്കാളും ബലമുള്ള ആയുധമാണ് ശത്രുക്കളുടെ കയ്യില്. അവരാണ് എവിടെ നിൽക്കുന്നത്? സൗർ മലയുടെ മുകളിൽ നിൽക്കുന്നത്. സൗർ എന്നതൊരു ഗുഹയല്ല. നേരെ ഇങ്ങനെ പാളി നോക്കിയാൽ ഉള്ളിലിരിക്കുന്ന ആളെ കാണും. അങ്ങനത്തെ ഒരു മലയുടെ പൊത്ത് മാത്രമാണ്. അതിലാണ് 2 പേര് ഇരിക്കുന്നത്. ആരൊക്കെ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരല്പം മനസ്സിലൊരു സംഘർഷം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, അവര് നമ്മളെ കാണൂലേ എന്ന് ചോദിച്ചു. നബി എന്തേ മറുപടി കൊടുത്ത്? നമ്മൾ 2 പേരാണ് എന്ന് നീ വിചാരിച്ചോ? നമ്മൾ വിചാരിച്ചോ? അല്ല, നമ്മളെ 2 ആളുകൾ കൂടെ വേറൊരാൾ കൂടിയുണ്ട്. വല്ലാത്തൊരു കോൺഫിഡൻസ് അല്ലെ ഒരു മുസ്ലിം അനുഭവിക്കുന്ന ഏറ്റവും വലിയ മനസാന്നിധ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ മനസ്സ് ഇടുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു നമ്മളെ ശിക്ഷിക്കുന്നുണ്ട്. നേരെ ശ്രദ്ധിക്കണം. ഈമാന് കൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നില്ലെങ്കിൽ അല്ലാഹു നമ്മളെ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷിക്കുന്നുണ്ട്. ആഖിറത്തൊന്നും നമ്മൾ വിടൂല. അതുകൊണ്ട് ദുനിയാവ് നരകമാകാതെ പോകണമെങ്കിൽ നമുക്കൊക്കെ പരീക്ഷണം ഉണ്ടാവും. അതിന് അല്ലാഹു പറഞ്ഞതറിയോ? നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം തീരും, അല്ലാഹുവിന്റെ അടുക്കലുള്ളതെന്നും ബാക്കി നിലനിൽക്കും. നമ്മൾ എത്ര ഡിപ്പോസിറ്റ് ചെയ്താലും അതൊക്കെ തീരും. കാരണം നമ്മുടെ ജീവിതം തീരും അല്ലെ? നമ്മൾ എന്ത് ഡിപ്പോസിറ്റ് ചെയ്താലും തീരും. കാരണം അത് തീർന്നില്ലേ എന്നുള്ളതല്ല, അത് ഉപയോഗിക്കാൻ നമുക്ക് ആയുസ് വേണ്ടേ? നമ്മുടെ ആയുസ് തീരും. അപ്പൊ ഇപ്പുറത്തെന്ത് ഉണ്ടായിട്ട് കാര്യം? അപ്പൊ നമ്മൾ ചേർക്കേണ്ടത് ഇവിടുക്കാണ്, അള്ളാന്റെ അടുക്കലേക്കാണ്. എന്നിട്ട് ആ 2 വാക്ക് പറഞ്ഞിട്ട് അള്ള എന്താ പറഞ്ഞറിയോ? വലനജ്സിയന്നഹും
വലനജ്സിയന്ന അല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നമ്മൾ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്താൽ അള്ളാഹു നമുക്ക് അന്തസ് നിറഞ്ഞ കൂലി തരും, ഏറ്റവും മഹനീയമായ സ്ഥാനം തരും. സ്വബറില്ലാതെ പോകരുത് എന്ന്, ലലാലത്തിലേക്ക് നീങ്ങരുത് എന്നുള്ളതാണ്. ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ചെയ്യും നമുക്ക് സുഹൃതം നിറഞ്ഞ ജീവിതം തരും, ഹയാത്തൻ ത്വയ്യിബ തരും. ഞാൻ എല്ലാവരും ആയി തോന്നുന്നില്ല, നമുക്ക് അതിന്റെ ചുരുക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈമാൻ പോയാൽ എല്ലാം തകരും. ഇന്നിപ്പോ ആളുകള് അള്ളാഹുവിലല്ല കെട്ടിയിടുന്നത് മനസ്സിനെ. നമുക്കൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ 10,000 ഉറുപ്പിക വേണം വെക്കാം. പടച്ചോനെ കൊണ്ടാന്ന് പറയുന്നതിന് അപ്രകാരം നിങ്ങൾ ഒരു 10,000 തരുമോ? നിങ്ങളെ എടുത്താണ് എന്റെ മനസ്സിനെ കൊളുത്തുന്നത്. ഒരു ഷോപ്പ് തുടങ്ങണം. നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ മനസ്സിനെ കൊണ്ടുപോയി കൊളുത്തുന്നത് ബാങ്കിലാണ്, അള്ളാഹുവിനല്ല, അള്ളാഹ് കൊടുത്തുള്ളവർക്കല്ല. നിങ്ങൾ പല ഈ ആത്മഹത്യാ കുറിപ്പുകൾ, ഞാൻ ആ പോയിന്റിൽ നിൽക്കാൻ കാരണം എന്താണെന്ന് വിളിച്ചാൽ, ഈ മനസ്സ് സംഘർഷമാവുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പുതിയ തലമുറക്ക് ഇത് പ്രശ്നമല്ല. അവരെഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പുകൾ ഇങ്ങനെ വായിക്കുമ്പോ സമ്പാദ്യങ്ങളിൽ, ജോലികളിൽ, അതേപോലെ ഉദ്യോഗ കയറ്റങ്ങളിൽ, സ്ഥാനമാനങ്ങളിലാണ് അവരവരുടെ മനസ്സിനെ കൊളുത്തിയിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഉദ്ദേശിച്ച ജോലി എനിക്ക് കിട്ടിയില്ല, ഞാൻ ഉദ്ദേശിച്ചോടത്ത് ഞാൻ എത്തൂല, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണത് എന്നാണ്. മനസ്സിനെ കൊണ്ടേ കെട്ടിയിരുന്നതിലാണ്. മനസ്സിനെ എവിടെ നമ്മൾ കെട്ടുണ്ട്? നമ്മൾ അള്ളാഹുവിലാണ് കെട്ടിയിരുന്നത്. അപ്പൊ നമുക്ക് അള്ളാഹു ഹയാത്തിന്റെ ഈ തരും. അള്ളാഹു മുഅ്മിനാണോ ആരെയും പരാജയപ്പെടുത്തൂല, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആരെയും പരാജയപ്പെടുത്തൂല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്, സിനിമയല്ല ജീവിതം. ഒരു 5-8 മാസം മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ. എറണാകുളത്ത് നിന്ന് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, 73 വയസ്സാണ് കഴിഞ്ഞിരിക്കുന്നത് തോന്നുന്നുണ്ട് അവർക്ക്. ഇവിടെ കണ്ട 65 തോന്നുള്ളൂ, 65 ഒരു അത്ര മെഗാസ്റ്റാർ. അവരൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ അവർ പറഞ്ഞ വാക്കെന്നറിയാം, സിനിമയിൽ എന്റെ നേരെ ഒരു 8-10 ആള് വന്നാൽ ഞാൻ ഇങ്ങനെ കകട്ടിട്ട് ഞാൻ മറിച്ചിട്ടു. ഒരാള് നേർക്ക് നേരെ എന്റെ നേരെ വന്നാൽ ഞാൻ ഓടും. ആ നേർക്ക് നേരെ വരുന്നത് റിയലാണ്. ഇത് സിനിമയാണ്, സിനിമയല്ല ജീവിതം. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയണമെന്നാണ്. യാഥാർത്ഥ്യം വേറെയാണ്, അഭിനയം വേറെയാണ്. അവിടെ ചില പാഠങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുതരാം. അതിന്റെ ബയാനിലേക്ക് നിങ്ങൾ പോകണം, ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ചിലത് കേൾക്കുമ്പോൾ ചിന്ത വരും. എങ്ങനെ ചിന്ത വരും? ഇപ്പൊ നമ്മളൊരു ഒരു പുതിയ പദ്ധതി തുടങ്ങാം. ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്തായിരിക്കുന്നോ? നമ്മൾ ആരോടാണ് ഒരു അഡ്വൈസ് ചോദിക്കുക? അല്ലെ, നമ്മൾ ആരോട് അഡ്വൈസ് ചോദിക്കുന്നതാണ്? ഇയാൾ അതിന് പറ്റുന്നതാണ്. നമ്മളയാൾ ചെന്നിട്ട് ചിലത് കേൾക്കുമ്പോ ആ കേട്ട പോയിന്റ്സുകൾ നമ്മൾ എഴുതി വെച്ച് അതിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ആലോചിക്കുക. അത് നമ്മുടെ ചിന്ത ഇങ്ങനെ വൈകായി പോകും. ജീവിതത്തിൽ സമാധാനം വേണ്ട, ആരുടെ അഡ്വൈസ് കേൾക്കണം? വലിയൊരു സംഗതിയാണ്. എല്ലാ ലോകത്തെ മനഃശാസ്ത്രം അവിടെ നിൽക്കുന്നത്. ഈ മനഃശാസ്ത്രം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, 2030 ആകുമ്പോഴേക്ക് UNOന്റെ അടിസ്ഥാന വേൾഡ് ഹെൽത്ത് സെന്ററിന്റെ, ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തല് നമ്മുടെ നാട്ടിലെ മാരകമായ രോഗം എന്ന് പറയുന്നത് ഏതാ? ഡിപ്രഷനാണ്. എയ്ഡ്സ് അല്ല, അതൊക്കെ പോയി. വേറെ മറ്റു രോഗം ഇതൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ 30 കഴിയുമ്പോഴേക്ക്
ഡിപ്രഷനാണ്, വിഷാദരോഗമാണ്, മാനസിക അസ്വസ്ഥതയാണ്. പുതിയ തലമുറ അങ്ങോട്ട് വന്നു. രാജ്യത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും പരിശോധിച്ച് നോക്ക്. എല്ലാ യൂണിവേഴ്സിറ്റികളും സബ് ആയിട്ട് ചില കോഴ്സുകൾ അനുഭവിക്കുന്നുണ്ട്. ആ കോഴ്സുകൾ സമ്പൂർണമായി അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മുഴുവൻ മനഃശാസ്ത്ര വിഷയങ്ങളിലാണ്. വേൾഡിലൊക്കെ ഇപ്പോ സൈക്കോളജിയും സൈക്കാട്രിയും ആയി കഴിഞ്ഞാൽ എന്തറിയോ, അത്യധികം ശമ്പളമാണ്. കാരണം ചെറിയ കുട്ടിക്ക് പോലും കൗൺസിലിംഗ് സെന്ററുകൾ വന്നു. ചെറിയ കുട്ടിക്ക് 3 വയസ്സാണ് കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് ആണ്. ഉമ്മാക്കും കൗൺസിലിംഗ്, വാപ്പാക്കും വലിയപ്പാക്കും കൗൺസിലിംഗ്, മാപ്പാക്കും പെണ്ണുകൾ എല്ലാവർക്കും കൗൺസിലിംഗ് ആണ്. കൂട്ടരെ 1/2 മണിക്കൂർ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിരുന്നാൽ, വർത്തമാനം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുടെ ലോകത്ത് അതിനിപ്പ മകനോട് കൊണ്ടൂല, മക്കളെ ഉമ്മാനോട് കൊണ്ടൂല, മാപ്പിള പെണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എല്ലാവർക്കും കുത്തിയിട്ടാ കുത്തിരിക്കണത്. അവിടെ നമ്മുടെ മനസ്സ് സംഘർഷമായി. 1/2 മണിക്കൂർ നിത്യേന നമ്മുടെ കാര്യം നമ്മൾ പടച്ചവനോട് പറഞ്ഞാൽ ഖലാസ്, പറയാനൊരു കേന്ദ്രം ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞത് തുടങ്ങിയതെന്നറിയോ, നമ്മൾ ചില അഡ്വൈസ് സ്വീകരിക്കണം. നമ്മളുടെ ഒന്നാമത്തെ അഡ്വൈസ് ആരെടുക്കുന്ന സ്വീകരിക്കേണ്ടത്? പടച്ചവനെടുത്തുന്ന. ആ മുത്തനബി നമുക്ക് ഹബീബായ റസൂല് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ എണ്ണി പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്തറിയോ, ചില പാഠങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തെ, നമ്മളെപ്പോഴും തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മളെ രക്ഷപ്പെടുത്തും. കാരണം വിഷം നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുന്നത് ഏത് രൂപത്തിലാണോ അതുപോലെ പാപങ്ങൾ നമ്മുടെ മനസ്സിനെ അപായപ്പെടുത്തും. പാപം വരുന്നില്ല എന്ന് പറയാൻ കഴിയൂല അല്ലെ? 2 നിലയ്ക്കുള്ള പാപങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് ധാർമ്മിക രംഗത്ത്, 2 സാമ്പത്തിക രംഗത്ത്. തെറ്റായ പ്രവർത്തനം നമുക്ക് കാരണം കുട്ടികളും മോശം മാത്രമൊന്നുമല്ല. കുട്ടികളെക്കാളും മോശം ആരാന്നറിയോ? ചില കാലം നമ്മളൊക്കെ സ്നേഹത്തോടെ കാല് പിടിച്ചിട്ട് തല നിലത്തടിക്കാൻ തോന്നും ചിലതിന്റെ കയ്യിരിപ്പ് കണ്ടാൽ. കാരണം ചിലതൊക്കെ ഇങ്ങനെ തുറന്നാൽ നമ്മൾ കാണാൻ പാടില്ലാത്തത് പിന്നെയും വരികയാണ്. എന്നാ പിന്നെ അത് എന്താണെന്ന് കണ്ടു നോക്കട്ടെ പിന്നെ തോന്നാണ്. ഇത് കണ്ടാൽ പിന്നെ ഇതൊന്ന് വിടാനൊക്കെ നമുക്ക് കഴിയാതെയും വരികയാണ്. അതുകൊണ്ട് തന്നെ വിഷം കഴിച്ചാൽ മരിക്കും, തെറ്റുകൾ ശരിക്കും ആത്മാവ് മരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. നേരെ മനസ്സിലാക്കണം, ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ ആലോചിക്കില്ല, പിന്നെ മനസ്സങ്ങോട്ട് മരവിച്ചു പോകും. അതുകൊണ്ട് തൗബയുടെ ശക്തി കൂടുന്നുണ്ടോ അതിനനുസരിച്ച് മാനസിക സംഘർഷം കുറയും. എന്തിനേയും പ്രതിരോധിക്കാനുള്ള കരുത്ത് നമുക്ക് കൂടും. എന്തിനേയും നേരിടാനുള്ള കരുത്ത് കൂടും. ഏത് കൂടണം? തൗബ കൂടണം. 2 ഇസ്തിഗ്ഫാർ കൂടണം. നമുക്കറിയാം എന്താണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. എന്താ ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ് അല്ലേ? സത്യത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ മാത്രാണോ? പടച്ചോനെ നീ എനിക്ക് എപ്പോഴും മഗ്ഫിറത്ത് നൽകണം എന്നുള്ള ബോധം വേണം. അതെന്തിനറിയോ? ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫർജ. അല്ലാത്ത വാക്കാണോ? ആരെങ്കിലും ഇസ്തിഗ്ഫാർ സ്ഥിരമായി ചെയ്താൽ അല്ലാഹു അവന്റെ മാനസിക സംഘർഷം, ഹമ്മ്, നേരങ്ങളിൽ പഠിക്കണം ഒരു കാര്യം. അറബിയിലെ ഈ എല്ലാ മനോവേദനകൾക്കും ഒരു വാക്കല്ല. നമുക്ക് എല്ലാവർക്കും ഒരേ മനോവേദനയല്ല. ചിലപ്പോ നമുക്ക് വേറെ വല്ല ആളുകൾക്ക്, വേണ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉണ്ടാവുന്നൊരു മനോവിഷമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് മാനസിക സംഘർഷം വേറെ കൂടാം. എന്താ വെച്ചാൽ നമുക്ക് ഇരിക്കപ്പുറതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, ആകെപ്പാടെ വെന്ത് നീറുന്നത് പോലെ അങ്ങനെ മനസ്സിൽ ഒരു അവസ്ഥ ഉണ്ടാവും. ഇതിനെല്ലാം പാടെ നമ്മൾ എന്താ പറയാ, നമുക്ക് ബാക്കിൽ ഒന്നേ ഉള്ളൂ,
മനോവിഷമം, മനോസംഘർഷം പലതും പലതാ. അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ഇരിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മനസ്സ് സംഘർഷമുണ്ടോ എല്ലാം അല്ലാഹു മാറ്റി തരുന്ന. ഏതാക്കിയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് പറഞ്ഞാൽ പിന്നൊരു വാക്കിൽ കാണാം, ഇത് വർദ്ധിച്ചാൽ മിൻ കുല്ലി റയ്യിഖിൻ മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു നമ്മൾ അറിയാത്ത വിധം നമുക്ക് റിസ്ക് തരും, എല്ലാ പ്രതിസന്ധികൾക്കും നമ്മളെ കാത്തുരക്ഷിക്കും. വല്ലാത്തൊരു മുതലാണത്. ഏത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഈ തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളെ ധാരണയിൽ ഈ തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ എന്താ വ്യത്യാസം? ചില തെറ്റുകൾ ജീവിതത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവോട് പശ്ചാത്തപിച്ച് നടക്കണം. അതിന് തൗബ എന്ന് പറയും. ഇസ്തിഗ്ഫാർ അതല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിഗണന നമുക്ക് കിട്ടാൻ നമ്മൾ എപ്പോഴും പറയേണ്ട വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹ് നമ്മളെ പരിഗണിക്കാൻ. രണ്ടും രണ്ടാണ്. ഇപ്പൊ ഒരു ഫർള് നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല? തൗബ ചെയ്യാറില്ല. അതെന്താ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് അത്രേ ഉള്ളൂ. പോരാ. കാരണം അതൊരു ഹറാമാണ്. ഒരു തെറ്റ് വന്നാൽ ആ തെറ്റിന് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പടച്ചോനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ തൗഫീക്ക് വേണം. അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയണം. മൂന്നാമത്തത് അവസാനിപ്പിക്കാൻ നമുക്ക് കുറേ എണ്ണം കേട്ടോ. അത് അങ്ങനെ നമുക്കൊന്ന് ചൊല്ലി പഠിക്കേണ്ട സാധന. മൂന്നാമത്തതാണ് തൗഹീദ് എന്ന് പറയുന്നത്. മറ്റേത് ഈമാൻ തന്നെയാണ്, പക്ഷെ ഇതിനൊക്കെ ബലം കൊടുക്കേണ്ടതാണ് തൗഹീദ്. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വിശ്വാസം, നമ്മുടെ തൗഹീദ് ഇടക്കിടക്ക് നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ തൗഹീദിന് എത്ര ശക്തിയുണ്ടോ അത്രയും നമുക്ക് സമാധാനം കിട്ടും. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ അറിയോ? ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് മടവൂരി ഷെയ്ഖ് അങ്ങനെ ഇങ്ങനെ ഒക്കെ നമ്മൾ അവരെ വിളിക്കാൻ പറഞ്ഞാൽ അതൊന്നും സത്യത്തിൽ നമ്മളുമായിട്ട് എന്തില്ല, ഒരു ബന്ധമല്ലല്ലോ. കാരണം നമ്മൾ ആരും ഷെയ്ഖിനെ വിളിക്കാനും പോവില്ല, അവരെ ഇരുത്തേണ്ടവർക്ക് ഇരുത്തിണ്ട്. പിന്നെ നമ്മളായിട്ട് എന്താ ബന്ധം? നമ്മുടെ ബന്ധം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈമാനിന്റെ ശക്തി നമ്മൾ അത്ഭുതപ്പെടുത്തണം. അല്ലാഹുവേ, നിന്റെ തീരുമാനമല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കൂല, എന്നെ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ബോധ്യത്തിന്റെ പേരാണ് തൗഹീദ്. ഞാൻ എന്റെ റബ്ബിനെ വിളിച്ചാൽ എന്റെ റബ്ബ് വെളിപ്പുറത്തുണ്ടാവും. ഞാൻ എന്റെ പടച്ചോനെ വിളിച്ചാൽ എന്റെ റബ്ബ് എന്റെ വെളിപ്പുറത്തുണ്ടാവും. ആ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം വരലിനാണ് എന്ത് പറയാ? തൗഹീദ് എന്ന് പറയാ. ആ തൗഹീദ് ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയണം, അനുഭവിക്കാൻ. ഒരു ടേസ്റ്റാണ്, ഒരു സുഖമാണ്. അത് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഏതുണ്ടാവില്ല, പിന്നെ സുഖം ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ഭൗതിക സുഖവും ആർക്ക് കിട്ടിയിട്ടില്ല? സഹാബത്തിന് കിട്ടിയിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടില്ല. പക്ഷെ അവര് നമ്മളെക്കാളും സുഖലോലുപരായിരുന്നില്ലേ? അവിടെ ഒരു മനഃശാസ്ത്ര ചികിത്സാ കേന്ദ്രമുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരുടെ എല്ലാവരുടെയും ആശുപത്രിയും അവരുടെ യൂണിവേഴ്സിറ്റിയും എല്ലാം മദീനത്തെ പള്ളിയായിരുന്നില്ലേ? നമ്മളെക്കാൾ എത്ര ആരോഗ്യവാന്മാരായിട്ടാണ് അവർ ജീവിച്ചത്. എന്തായിരുന്നു അടിസ്ഥാനം? ഖൽബാണ് പ്രശ്നം. അതാണ് വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ. നാലാമത്തേത്, അള്ളാഹുവോട് നമുക്ക് കടുപ്പമുള്ള സ്നേഹമുണ്ടാകണം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. എന്തെന്നറിയോ? പിന്നെ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഒന്നാമത്തത്, ഇപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ?
നേരത്തെ തൗബി ഇസ്തിഗ്ഫാറൊക്കെ ഉണ്ടാണെങ്കിൽ ആരോടാണോ ചോദിക്കുന്നത് അവരുമായി നമുക്ക് എന്തുണ്ടാവണം? ഒരു ലിങ്ക് വേണ്ടേ? ആ ലിങ്കാണ് അള്ളാഹുവോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. ആ ഇഷ്ടത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ലോകത്തുള്ള ബാക്കി ആരെ ഞാൻ ഇഷ്ടപ്പെടണം, ആരെ അംഗീകരിക്കണം, ആരെ സ്നേഹിക്കണം, ആരെ സ്നേഹിച്ചൂടാ. ഇതൊക്കെ അള്ളാഹുവോടുള്ള ഇഷ്ടത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആവണം. പക്ഷേ ഇത് ശരിയല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമേ അല്ല ഇത്. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയാൽ നമ്മളെ സ്നേഹിക്കാൻ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും. നേരെ പഠിക്കണട്ടോ. അള്ളാഹ് നമ്മളെ സ്നേഹിച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ആളുകളെ അള്ളാഹു ദുനിയാവിലുണ്ടാകും. അപ്പൊ ഇന്ന് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? പഠിച്ചോനും അത്രേ ഇഷ്ടം നമ്മളോട് ഉണ്ടാവുള്ളൂ എന്നാണ്. സംഘർഷങ്ങളെ മുഴുവനും അങ്ങനെ നിങ്ങൾ ഓരോന്ന് ചേർത്തി വായിച്ചു നോക്കണം കേട്ടോ. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിനെ അങ്ങോട്ട് ആദ്യം സ്നേഹിക്കണം. അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, ദിക്ർ എപ്പോഴും മനസ്സിലുണ്ടാവണം. ദിക്ർ ഒരു വല്ലാത്തൊരു ബോധ്യമാണ്. എന്താ ദിക്ർ ബോധ്യം എന്ന് പറയാൻ കാരണം അറിയോ? ദിക്ർ എന്താ സാധനം? ദിക്ർ എന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് മാത്രമാണോ ദിക്ർ? ഇത് നമ്മൾ നീട്ടി പഠിക്കേണ്ടുന്ന കുറെ വിഷയങ്ങളാണ്. ഒന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്, ബാക്കി പിന്നെ നമുക്ക് പഠിക്കാം. ദിക്ർ എന്ന് പറഞ്ഞ ഓർമ്മ എന്നല്ലേ നമ്മൾ പറയാ. ഉള്ളിലുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ, ഞാൻ പറഞ്ഞു നല്ല ശ്രദ്ധിക്കണേ, നമ്മുടെ മനസ്സിൽ ചിലരുടെ മുഖങ്ങൾ മരിച്ചു പോയിട്ടില്ല, മറഞ്ഞു പോയിട്ടില്ല. ചില ആളുകൾ മരിച്ചു പോയാലും അവരുടെ മുഖങ്ങൾ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഓർമ്മയായി എപ്പോഴും ഉണ്ടാവും. അതാണ് ദിക്ർ അല്ലേ? ഉമ്മാന്റെ സ്നേഹവിളി, ഉമ്മാന്റെ മുഖം, ആ വിളി ഇങ്ങനെ ചിലപ്പോ നമ്മള് വീടിന്റെ ഉമ്മാന്റെ ഒക്കെ മരണശേഷമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ കൊലായിലെത്തുമ്പോ, ഉമ്മറപ്പടിയിലെത്തുമ്പോ ആ വിളി ഇങ്ങനെ ഫീൽ ചെയ്യും. ചില ഉറക്കങ്ങളിലുണ്ടല്ലോ, നമ്മളെ പ്രിയപ്പെട്ടവര് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അറിയാതെ ഞെട്ടി ഉണരും. എന്താ ഉണർന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ട ആ വിളി ഇങ്ങനെ കേട്ട മരുവരിങ്ങനെ വന്ന പോലെ. അതാണ് ദിക്ർ അല്ലേ? ഈ ദിക്ർ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും അള്ളാഹ് എന്നൊരു ഓർമ്മ കൽവിലുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ കൈവിടിയില്ല. അപ്പൊ എന്ത് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യലാണ് സത്യത്തിൽ നമ്മുടെ ഈമാനിക ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്തിനാ നിസ്കരിക്കണത്? നമ്മൾ എന്തിനാ നോമ്പ് വലിക്കണത്? ഇങ്ങനെ നമ്മൾ ചോദിച്ചാൽ നിസ്കരിക്കാൻ തന്നെ അങ്ങനെയല്ലല്ലോ മറുപടി. അതിനൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. എന്തിനും മനസ്സറിഞ്ഞ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഒരു രംഗത്തും നമ്മൾ തളരൂല, ആർക്കും നമ്മളെ തളർത്താനും കഴിയില്ല. അതാണ് ഈമാനിന്റെ ബലം എന്ന് പറയുന്നത്. ആ ബലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നല്ല ശക്തിയുള്ള ഈമാനിന് വേണ്ടി പടച്ചവനോട് ചോദിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ കീഴിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ ഇന്നലെ പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ഓർത്തുമെന്ന് എനിക്കറിയില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. പ്രാർത്ഥിച്ചോ? ഇല്ല. നമ്മുടെ ഇഷ്ടത്തിന്റെ ഗ്രാഫ്, ഞാൻ അങ്ങനെയല്ല കേട്ടോ പറയണത്, എന്നാലും ഉണ്ടല്ലോ നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ ഗ്രാഫ് ഉയരണല്ലോ. നാൾ പടച്ചവനെ ഓർക്കണല്ലോ. റബ്ബേ, നിന്റെ സ്നേഹം ഞാൻ ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം ഞാൻ ചോദിക്കുന്നു. നിന്നെ സ്നേഹിച്ചുകൊണ്ട്
നീ ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നിന്റെ ഇഷ്ടം നേടാൻ, നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീക്കിനെ ഞാൻ ചോദിക്കുന്നു. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഒന്ന് പറഞ്ഞു നോക്കി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക. നമ്മൾക്ക് തേടാം, നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാഗ്യവാന്മാർ. ആ ബോധ്യം ഉൾക്കൊള്ളുക, അള്ളാഹുവിലേക്ക് അടുക്കുക. പടച്ചവൻ നമ്മെ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനിന്റെ മധുരിമ അനുഭവിച്ച് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ വഹബീബിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.